ഒന്നാമത്തെ ചിഹ്നമാണ്. ഒന്നാമത്തെ പേര് തന്നെ എൻ്റെ പേരാണ്. ഒന്നാമത്തെ ചിഹ്നം കോണിയാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നത് ഒന്നാമത്തെ ചിഹ്നത്തിൽ വിരലമർത്തിയാൽ കൊടുവള്ളിയിൽ നിന്ന് നമ്മൾ ഒന്നാമതായി ജയിക്കുമെന്നാണ്. നമ്മൾ ഒന്നാമതായി ജയിച്ചാൽ ഞാൻ പറയുന്ന വാക്ക് കൊടുവള്ളി മണ്ഡലത്തെ കേരളത്തിലെ 1-ാം നമ്പർ മണ്ഡലമാക്കി മാറ്റുന്നതാണ്. നമ്മുടെ നിയുക്ത MLA PK ഫിറോസിനുള്ള സ്വീകരണം, തെക്കേപ്പയിൽ തറവാടിൻ്റെ വകയുള്ള ഗംഭീര സ്വീകരണമാണ് ഇവിടെ കാണുന്നത്. നമ്മളെ പ്രിയപ്പെട്ട അപ്പ ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ സെലി അപ്പ ഉണ്ട്. ഇവരോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. അപ്പായി അടുത്തതായി നമ്മുടെ MLAയുടെ പ്രിയപ്പെട്ട ഉമ്മ ഇവിടെയുണ്ട്. ഫിറോസ് കാക്കൻ്റെ സ്വന്തം പെങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. നടക്കുന്നുണ്ട്. നമ്മുടെ വാർഡിന്റെ പ്രധാനപ്പെട്ട മൊയ്തീൻകുട്ടിക്ക ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസാരിക്കാനും അതിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റിയ ഏറ്റവും വലിയൊരു സ്ഥാനാർത്ഥിയാണ് കൊടുവള്ളി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കൊടുവള്ളി മണ്ഡലത്തിൽ PK ഫിറോസല്ലോ സ്ഥാനാർത്ഥി. ചിഹ്നത്തിനായി വോട്ടുകൾ പതിച്ചിട്ട് വരവേറ്റിടാം വിജയത്തിൽ. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പതിച്ചിട്ട് വരവേറ്റിടാം വിജയത്തിൽ. നിട്ടം നിറഞ്ഞിടും കൊടുവള്ളി മണ്ഡലത്തെ കാത്തിടാൻ വന്ന പോരാളി. ആരിലും ആരിലും ആവേശമായുള്ള PK ഫിറോസിത വരവായി. നിട്ടം നിറഞ്ഞിടും കൊടുവള്ളി മണ്ഡലത്തെ കാത്തിടാൻ വന്ന പോരാളി. ആരിലും ആരിലും ആവേശമായുള്ള PK ഫിറോസിത വരവായി. ചിരിൽ നയിക്കട്ടെ കൊടുവള്ളി മണ്ഡലത്തിൽ PK ഫിറോസല്ലോ സ്ഥാനാർത്ഥി. കോടിച്ചിഹ്നത്തിനായി വോട്ടുകൾ പതിച്ചിട്ട് വരവേറ്റിടാം വിജയത്തിൽ. കള്ളം പറഞ്ഞിട്ട് കുളം കലക്കിടാൻ നോക്കും കൂട്ടരെ തിരിച്ചറിയണം. കൊടുവള്ളി മണ്ഡലത്തിൽ തൊട്ടറിഞ്ഞിടുന്ന യുവനായകൻ വിജയിക്കണം. കള്ളം പറഞ്ഞിട്ട് കുളം കലക്കിടാൻ നോക്കും കൂട്ടരെ തിരിച്ചറിയണം. കൊടുവള്ളി മണ്ഡലത്തിൽ തൊട്ടറിഞ്ഞിടുന്ന യുവനായകൻ വിജയിക്കണം. ചിരിൽ നയിക്കട്ടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ വൈകാരികമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റിരിക്കുന്നത്. കൊടുവള്ളിക്കാരനല്ല എന്നൊരു ആക്ഷേപം വന്ന സമയത്ത് എനിക്കൊരു ഐഡന്റിറ്റി നൽകിയത്, ഞാൻ കൊടുവള്ളിക്കാരനാണ് എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ തെക്കേപ്പയിൽ കുടുംബമാണ് എന്നൊരു സന്തോഷം ആദ്യമായി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജനിച്ചു വളർന്ന ഒരു മണ്ണാണിത്. ഇവിടെയാണ് തറവാടുണ്ടായിരുന്നത്. ഇതിലൂടെയാണ് ഞാൻ കളിച്ചു വളർന്നത്. ഇപ്പോൾ ഈ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവധിക്കാലമാണ്, നമുക്ക് കുറേ സമയം ഉണ്ടാവുക. സ്കൂൾ പൂട്ടുന്ന സമയം. സ്കൂൾ പൂട്ടുന്ന സമയത്ത് ഞാൻ സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്നതും, സ്കൂൾ പൂട്ടിയാൽ ആദ്യം ഓടി ഇവിടെ എത്തണം എന്നൊരു ചിന്തയാണ് എനിക്കുണ്ടാവാറുള്ളത്. ഇവിടെയാണ് എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ ബസ് ഇറങ്ങി ഞാൻ നടന്നു വരുമ്പോൾ തന്നെ കുഞ്ഞൂസ്ക അവിടെ നിന്ന് മറ്റേ മിക്സി ഓണാക്കും. ഞാൻ നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ പഴം, നല്ല പഴം ജ്യൂസ് വന്ന് വേറെയും നമ്മൾ ഇവിടെ അമ്മമാരെ മക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഓർക്കൊന്നും ജ്യൂസില്ല.
ജ്യൂസ് വിരുന്ന് വരുന്ന ആളെന്നുള്ള എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരൊക്കെ കൊതിയോടെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനത് കുടിക്കുകയും ചെയ്യും. ഇപ്പൊ തോന്നും അതൊരു കുറ്റബോധമാണെങ്കിലും അന്ന് അത് എൻ്റെ ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഞാനത് കുടിച്ചിരുന്നത്. അതുപോലെ തന്നെ അമ്മാവന്മാർ ഇപ്പോൾ ചീത്ത പറയുകയാണെങ്കിലും കുഞ്ഞോനും വയസ്സിനും ഒക്കെ ചീത്ത വയ്ക്കുകയാണെങ്കിലും എനിക്ക് ചീത്ത വയ്ക്കില്ല. കാരണം ഞാൻ വിരുന്ന് വന്ന ആളാണല്ലോ. വായിച്ചിൻ്റെ അടുത്താണെങ്കിലും ഉമ്മച്ചിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ ഒരു പ്രത്യേകമായ പരിഗണന കിട്ടി അങ്ങനെ വളർന്നു വന്ന ഒരു നാടാണിത്. ഈ സ്കൂൾ മുറ്റത്താണ് ഞാൻ സൈക്കിൾ ചവിട്ടി പഠിച്ചത്. ഈ പുഴയിലാണ് ഞാൻ നീന്തൽ പഠിച്ചത്. ഇവിടെ മുകളിൽ ഞാൻ ഇന്നലെ പ്രസംഗിക്കും പറഞ്ഞിരുന്നു, ഇവിടെ മുകളിലൊരു താത്തൻ്റെ പറഞ്ഞ നേരെ പുറത്തൊരു തോടുണ്ടായിരുന്നു. ആ തോട്ടിൽ നിന്ന് നിറയെ കുളിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് മാത്രമാണ് അവിടെ തോടുണ്ടാവുക. പിന്നെ അപ്പുറത്ത് മൂത്താപ്പയും ഒരു കുടുംബവും പിന്നെ താത്താറിൻ്റെ അമ്മായി വയസ്സിൻ്റെ ഉമ്മ ആ ഭക്ഷണം തീരെ കഴിക്കില്ലായിരുന്നു. ഒരു പുതപ്പ് പുതച്ചിട്ട് അമ്മായി ഇങ്ങനെ വരും എന്നെ പേടിപ്പിക്കാൻ. എനിക്ക് അമ്മായിയാന്ന് അറിയെങ്കിലും എനിക്കൊരു പേടിയാ. പൊട്ടത്തിയാന്നാ പറയാ. ഇത് അങ്ങോട്ടും കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കും. അങ്ങനെ കുറേ ഓർമ്മകൾ, കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളൊരു സ്ഥലമാണ് ഈ മണ്ണും ഈ പ്രദേശമൊക്കെ. ഞാൻ പാവനാമയിലാണെങ്കിലും പാവനാമയിലേക്കാളും കൂടുതൽ എനിക്ക് സുഹൃത്തുക്കളുള്ളത് ഈ വണ്ണക്കാടാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാനൊരു വണ്ണക്കാട്ടുകാരനാണ്, ഞാൻ കൊടുവള്ളിക്കാരനാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ സാധിച്ചപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ളവർക്ക് പല സ്ഥലത്തും പോകുമ്പോൾ എന്തോരം ബന്ധുക്കളാണ് നമുക്കുള്ളതെന്നുള്ളത് നമുക്കൊരു ധൈര്യം. പല സ്ഥലത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ കരുവമ്പയിൽ പ്രാവില് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയപ്പോൾ ഒരുപാട് ബന്ധുക്കൾ പല സ്ഥലത്ത് പോകുമ്പോഴും അത്രയധികം ബന്ധുബലമുള്ള ഒരു കുടുംബത്തിലൊരു അംഗമാണ് ഞാൻ എന്നുള്ളത് നമുക്കൊരു വലിയ ധൈര്യമാണ്. നമ്മളൊരു പാർട്ടിയിലെ അംഗമാണെങ്കിലും പാർട്ടിയിൽ നമുക്ക് ഒരുപാട് ആളുകളുണ്ടെങ്കിലും ബന്ധുക്കൾ എന്ന് പറയുന്ന ഒരു ആത്മബലമുണ്ട്. അത് നമ്മളിങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബന്ധുക്കളാന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായൊരു അടുപ്പാണ്, അതൊരു രക്തബന്ധമാണ്. രാഷ്ട്രീയം എല്ലാവർക്കും പല രാഷ്ട്രീയക്കാരുണ്ട്. അപ്പോൾ നമ്മളെ തെക്കേപ്പോയി കുടുംബത്തിൽ തന്നെ പല രാഷ്ട്രീയക്കാരുണ്ട്. അപ്പം ഇങ്ങനൊരു സ്വീകരണം എനിക്ക് ഏർപ്പെടുത്തുമ്പോൾ തന്നെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു പല രാഷ്ട്രീയക്കാരും ഉണ്ടാവില്ലേ. അപ്പോൾ എന്നോട് നമ്മുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം ആളുകൾ മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് പിന്നെ കക്ഷിയില്ല. ഒന്നിലധികം ഒരേ കുടുംബത്തിൽപ്പെട്ട ഒന്നിലധികം വേണമെങ്കിൽ രണ്ടാമത് സ്വീകരണം കൊടുക്കാം. പക്ഷെ ഒരാൾ മാത്രം മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മറുപടിയും അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു സ്വീകരണം ഒരുക്കിയതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ തെക്കേപ്പോയി ഫാമിലി എനിക്ക് നൽകിയ ഈ സ്വീകരണം മറക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങൾ വോട്ട് ചെയ്യുക, പിന്തുണയ്ക്കുക. ഇത് മാത്രമാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ജയിച്ചു കഴിഞ്ഞാൽ ഈ നാടിന് നമ്മൾ കുടുംബക്കാർക്ക് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും നമ്മൾ ജനപ്രതിനിധികൾക്ക് സഹായിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്വം. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ നാടിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിനും തെക്കേപ്പയിൽ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ ഏറ്റവും അനിവാര്യമാണ്. 2 ദിവസം മുമ്പ് എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി പാലൊഴുത്തായത്ത് മഠത്തിൽ ഇതുപോലൊരു കുടുംബസംഗമം നടത്തി. പക്ഷെ അതിങ്ങനെ മൈക്കും സ്വീകരണമൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ തെക്കേപ്പോയിൽ ഫാമിലിയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സംഘാടന മികവുമുണ്ട്. കാരണം കയറുമ്പം തന്നെ കുട്ടികളുടെ സ്വീകരണവും അത് കഴിഞ്ഞ് ഈ മൈക്കും നമ്മളെ കുടുംബത്തിൽ തന്നെ നല്ല ഗംഭീര ആങ്കറും ഉണ്ട്. എന്താ ആങ്കർ, ഞാൻ വിചാരിച്ചപ്പോൾ പുറത്തുനിന്ന് വാടകെട്ടാരെ കൊണ്ടുവന്നതാണ്. നല്ലൊരു കൈയൊഴുക്കി ചിന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ എല്ലാവരും ഉണ്ട്. ആങ്കർ വേണം, ആങ്കർ ഇതാ അവിടെ, വീഡിയോഗ്രാഫർ അവിടെ, ബ്ലോഗർ. നമ്മൾ വെറുതെ പൈസ കൊടുക്കുന്ന ആളെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാ ഐറ്റംസും നമ്മുടെ കുടുംബത്തിലുണ്ട്. നമ്മളെ പാട്ടുകാരുണ്ടാവും, അതുപോലെ തന്നെ പല കഴിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് അവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരണം.
ഒരു തെക്കേപ്പയിൽ ഈ ഫാമിലിക്ക്, ഈ കുടുംബത്തിലൊരു അംഗം എന്ന നിലക്ക് എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഈ ഫാമിലി കൂടുതൽ ദൃഢമാകാനും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി, ഈ തെക്കേപ്പയിൽ ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, ഇത് സത്യത്തിലൊരു പ്രസ്ഥാനമാണ്. ഒരു പാർട്ടി പോലെ തന്നെ ഈ കുടുംബം ഒരു പ്രസ്ഥാനമാണ്. ഇത് നമുക്ക് കുടുംബത്തിനകത്തുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ കുടുംബത്തിന് പുറത്തുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇത് സംഘടിതമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനെല്ലാം സർവശക്തൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ വളരെ ഊഷ്മളമായ, വളരെ ഹൃദ്യമായ, എനിക്ക് ഒരുപാട് ജീവിതത്തിൽ സ്വീകരണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുടുംബത്തിൽ നിന്നൊരു സ്വീകരണം ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇങ്ങനൊരു സ്വീകരണം അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നെല്ലാവരോടും പറഞ്ഞിട്ട്, എന്നെ വളർത്തിയ ഒരുപാട് അമ്മായിമാരും തമാശ കളിച്ചവരും അമ്മായിമാരുടെ മക്കളും എല്ലാവരും ഉണ്ട്. കുടുംബത്തിൽ മരിച്ചുപോയ നമ്മളെ വല്യപ്പയും വല്യമ്മയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു സ്വീകരണം നന്നതിന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയം ചേർത്ത് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വോട്ട് ചെയ്യണം, ഇത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കണമെന്നാണ് ഞങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്. നമ്മളെ കോണിച്ചിഹ്നാണ്. 13 സ്ഥാനാർത്ഥികളുണ്ട് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്ന്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് നമ്മുടെ മണ്ഡലത്തിലാണ്. പക്ഷേ ബേജാറാവണ്ട, നമ്മളിതാണ് ഏറ്റവും മുകളിൽ. 1ാമത്തെ ചിഹ്നമാണ്. 1ാമത്തെ പേര് തന്നെ എൻ്റെ പേരാണ്. 1ാമത്തെ ചിഹ്നം കോണിയാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നത് 1ാമത്തെ ചിഹ്നത്തിൽ വിരലമർത്തിയാൽ കൊടുവള്ളിയിൽ നിന്ന് നമ്മൾ 1ാമതായി ജയിക്കുമെന്നാണ്. നമ്മൾ 1ാമതായി ജയിച്ചാൽ ഞാൻ പറയുന്ന വാക്ക് കൊടുവള്ളി മണ്ഡലത്തെ കേരളത്തിലെ 1ാം നമ്പർ മണ്ഡലമാക്കി മാറ്റുമെന്നാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും സഹായിക്കണം എന്ന് കൂടി മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കാക്കൻ്റെ സ്വന്തം ഉപ്പ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടിയെക്കുറിച്ച് ബാപ്പിയോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. വളരെ നല്ല അഭിപ്രായമാണ്. അതായത് ഫിറോസ് പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെ ഒരു വലിയൊരു ഗംഭീര സ്വീകരണ പരിപാടി ഒരുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മുടെ ഈ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിറോസ് കാക്കയുടെ സ്വന്തം അനിയൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിപ്രായങ്ങൾ ചോദിക്കാം. വൈൻഡ് അപ്പ് ചെയ്യാൻ ബെസ്റ്റ്, എല്ലാവരും പിരിച്ചുവിടാൻ ഗൈസ്. അപ്പോൾ ഫിറോസ് കാക്കയുടെ കമോൺ കൊടുവള്ളിക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം.